ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മലയാളം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്യാപ്ഷൻ എഴുതിയത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ എന്ന് നിങ്ങൾ തന്നെ വിചിന്തനം ചെയ്യുക. എഴയുന്ന മാർക്കറ്റിലെ വലയുന്ന ട്രേഡേഴ്സ്. സത്യമല്ലേ? ഇന്ന് നിങ്ങൾ രാവിലെ ട്രേഡ് അവസാനിപ്പിക്കാത്തവർ, രാവിലെ ഒരു 10-10:30 ആയപ്പോൾ അവസാനിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ അവസാനിപ്പിക്കാതെ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്തവർ ഇന്ന് നിങ്ങൾ ശരിക്കും വലഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഓക്കെ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ കണ്ടല്ലോ, രാവിലെ ഞാൻ വോയിസ് ഇട്ടിരുന്നു ഇല്ലേ? നമുക്ക് എന്താണ്, നമ്മുടെ മുന്നിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നമ്മളുടെ നമ്മുടെ ബോക്സാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോക്സ് ആയിരുന്നു അല്ലേ? ഒന്നുകിൽ മേളിൽ അല്ലെങ്കിൽ താഴെ. എന്തായാലും മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ നേരെ താഴോട്ട് ഇറങ്ങി വന്നു. താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം കുറച്ച് നേരം ആ ബോക്സിൻ്റെ വാതിൽക്ക് കടന്ന് കളിച്ചു. ബോക്സ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ ആ ബോക്സിൽ തന്നെയാണ് വെറും ഒരു 10-30 പോയിൻറ്റിനകത്ത് മാത്രമാണ് ഏകദേശം മാർക്കറ്റ് എൻ്റെ 10:30 മുതൽ വൈകുന്നേരം 3 മണി വരെ, 10:30 മുതൽ വൈകുന്നേരം 3 മണി വരെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 പോയിൻ്റായിരുന്നു. 20-30 പോയിൻറ്റിനകത്തായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. മാക്സിമം പ്രീമിയം ഉരുകി തീർന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ നല്ലൊരു ബ്രേക്ക് ഡൗൺ കിട്ടി CAS ടൈമിൽ. ഇതാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. നിങ്ങൾ ഇന്ന് ഞാൻ കുറച്ച് നേരം ഇത് വീഡിയോ ചെയ്യാൻ താമസം ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് US ഓയിൽ, അതായത് ക്രൂഡ് ഓയിൽ നോക്കിയാൽ അറിയാം. നോക്കിയേ, മാർക്കറ്റ് ഇന്ന് രാവിലെ മുതൽ ഒരു കൺസോളിഡേഷൻ, എങ്ങോട്ടും പോയില്ല. US ഓയിൽ എങ്ങോട്ടും പോയില്ല. കാരണം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, നട്ടം തിരിയുക US ഓയിൽ. ഓക്കെ, അടുത്തത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് നോക്കിയാൽ ഇപ്പോഴാണ് ഗോൾഡ് പൊട്ടുന്നത്. ഇപ്പം പൊട്ടുന്നതിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഗോൾഡ് നോക്കിക്കഴിഞ്ഞാലും ഇന്നലെ മുതൽ ഏകദേശം ഒരു നോക്കിക്കേ, 15-ാം തീയതി മുതൽ ഒരു കൺസോളിഡേഷൻ മോഡിലാണ്. എങ്ങോട്ടും പോകുന്നില്ല. കാരണം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. മാർക്കറ്റിന് വ്യക്തമായ ഒരു ദിശാബോധം ഇല്ലാതാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഒന്നുകിൽ മാറി നിൽക്കുക, ഇല്ലെങ്കിൽ ചെറിയ ടാർഗറ്റ് എടുത്ത് നിങ്ങൾ മാറി നിൽക്കണം. ഇപ്പം നിലവിലത്തെ അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു എയിൽ പല ഭാഗത്തുനിന്നും ത്രെട്ട് വരുന്നുണ്ട്. മിസൈലിൻ്റെ ത്രെട്ട് വരുന്നതായിട്ട് അവരുടെ ഗവൺമെൻറ് വാർണിംഗ് മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് UAE ഉള്ളവർക്ക് അറിയാം ഇപ്പോൾ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിക്കേണ്ട കാര്യം, ട്രംപ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആര് പറഞ്ഞിട്ടുണ്ട്? ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഏത് നിമിഷവും ഒരു കീറിനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ്. കാരണം നിലവിൽ വർത്തമാനങ്ങളൊന്നും നടക്കുന്നില്ല, നെഗോഷിയേഷൻസോ ചർച്ചകളോ ഡിസ്കഷൻസോ ഒന്നും നടക്കുന്നില്ല. ഇന്നലെ കൊണ്ട് അവസാനിച്ചു? സീസ് ഫയറിൻ്റെ കാലാവധി അവസാനിച്ചു. അപ്പം എനി ടൈം എനിത്തിങ് വിൽ ഹാപ്പൻ. ആ ഒരു മോഡിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്, ഗ്ലോബൽ ഇപ്പം നിൽക്കുന്നത്. അപ്പം നമ്മൾ US നോക്കുകയാണെന്നുണ്ടെങ്കിൽ US-ഉം ഡൗ ജോൺസും ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവാണ്. S&P 500 50 പോയിൻറ്റ് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാസ്ഡാക്ക് ആണെങ്കിലും 360 പോയിൻറ്റ് പൊട്ടി. അപ്പം ഒരു പൊട്ടൽ മോഡിലാണ് നിലവിൽ നിൽക്കുന്നത്. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഒരു പൊട്ടൽ മോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവൽ വിട്ട് താഴോട്ട് ചെറുതായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് ആണെങ്കിൽ ഇപ്പം നിലവിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ത്രെട്ടിൻ്റെ ഭാഗമായിട്ടാണ് പൊട്ടുന്നത്. അപ്പം എല്ലാം കൊണ്ടും പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ വലിയ രീതിയിൽ ഗോൾഡിനെ US ഓയിലിനെ അത് എഫക്റ്റ് ചെയ്യുന്നുമില്ല, ആടിക്കളിക്കുകയുള്ളൂ. അപ്പം മൊത്തത്തിൽ നിലവിലൊരു അഴകുഴമ്പൻ സെറ്റപ്പാണ് ഗ്ലോബലി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഓക്കെ, ഒരു ബ്രാക്കറ്റ് പീരീഡിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡിലോട്ട് മാർക്കറ്റ് വയലൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത അടിവരയിട്ട് ഞാൻ പറയുന്നു, സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നവരെ വളരെ കോഷ്യസ് ആയിരിക്കണം. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ധാരാളം ആൾക്കാർ PE ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇല്ലാത്തവർക്ക് രാവിലെ ഈ മാർക്കറ്റിൻ്റെ ഒരു മൂഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. മാർക്കറ്റ് നേരെ താഴെ വന്നു നമ്മുടെ ബോക്സിൻ്റെ അവിടെ വന്നു, അതിനുശേഷം അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ മാർക്കറ്റ് തട്ടി തിരിച്ചിറങ്ങി, ഇല്ലേ? അപ്പോൾ ഇവിടെ ഒരു അവസരം ഉണ്ടായിരുന്നു, റിസ്കി ട്രേഡേഴ്സ് എടുത്തിട്ടുണ്ട്, ധാരാളം ആൾക്കാർ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഗ്രൂപ്പിൽ പോൾ ഇട്ടപ്പം എനിക്ക് മനസ്സിലായത് ധാരാളം ആൾക്കാർ രാവിലെ തന്നെ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാന്യമായിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കറിയത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ എനിക്ക് കാര്യം അറിയാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് കാര്യം അറിയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ അതെന്താണ്, ഒരു ഉത്തേജനമാണ്. അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തല്ലോ, നമുക്കത് ഫോളോ ചെയ്യാമല്ലോ എന്നൊരു ചിന്ത മറ്റുള്ളവരുടെ മനസ്സിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ കമൻറ്റ് ചെയ്യുക. അല്ല എനിക്ക് ഏതാണ്ട് വലിയ നിധി കിട്ടുമെന്നുള്ള രീതിയിലല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല ഇപ്പോൾ നിങ്ങൾ 10 കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് $4 കൂടി, അങ്ങനൊന്നും ഇല്ല. ചുമ്മാ നേരം കഥ പറഞ്ഞല്ലോ. അപ്പം ഡോളറിൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ട്രേഡിനെ പറ്റി ജസ്റ്റ് നിങ്ങളൊരു കമൻറ്റ് ഇടുവാണെങ്കിൽ, അത് ലാഭമായാലും നഷ്ടമായാലും കമൻറ്റ് ഇടുവാണെങ്കിൽ, സാറേ ഞാൻ ആദ്യത്തെ ഒരു ക്യാൻഡലിൽ ഞാനൊരു ട്രേഡ് എടുത്തു, ഞാൻ ഇറങ്ങി. അപ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അദ്ദേഹം അങ്ങനെ എടുത്തല്ലോ, അപ്പം നമുക്ക് അങ്ങനെ നാളെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇറങ്ങാമായിരുന്നല്ലോ എന്നൊരു ചിന്ത മറ്റുള്ള. അപ്പം നിങ്ങളുടെ ചെറിയൊരു വാക്കായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ എനിക്കിനതിൽ നിന്ന് വലിയ സാധനം കിട്ടും എന്നുള്ള വിചാരിച്ചല്ല. ഓക്കെ, ഞാൻ ഈ നാടൻ ഭാഷയൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഓക്കെ, ഞാൻ റിയാലിറ്റിയാണ് ഈ പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഷോ ഓഫിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഒന്നും എനിക്കില്ല. ഞാൻ പറയുന്നത് എന്നെ ഫോളോ ചെയ്യുന്നവർ രക്ഷപ്പെടണം. എനിക്ക് ആ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്നെ ഫോളോ ചെയ്യുന്നവരുടെ കാശ് നഷ്ടപ്പെടില്ല. എനിക്ക് നഷ്ടപ്പെട്ടു, കുറേ നാൾ നഷ്ടപ്പെട്ടാണ് ഞാൻ ഈ തലത്തിലെത്തിയത്. ഓക്കെ, അപ്പം അത് എനിക്ക് പറ്റ് നിങ്ങൾക്ക് പറ്റരുത് എന്നൊരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിതൊക്കെ പറയുന്നത്. സന്മനസ്സുള്ളവർ കേൾക്കുക, അനുസരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ പോളിട്ടപ്പോൾ ഏകദേശം 135 പേരോളം രാവിലെ തന്നെ പരിപാടി അവസാനിപ്പിച്ച് പോയി എന്ന് നമുക്ക് മെസ്സേജ് ഇട്ടു. ഓക്കെ, ഇനിയിപ്പോൾ ഇനി എന്താ, ഇപ്പോൾ വേറെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇപ്പം UAE മിസൈലിൻ്റെ ത്രെട്ടുണ്ട്. ആ ത്രെട്ടിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇത് മറ്റുള്ള GCC രാജ്യങ്ങളിലും ഈ ത്രെട്ട് വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പം ഈ മിണ്ടാതിരിക്കുന്ന ചില പട്ടി അല്ലെങ്കിൽ ചില പൂച്ചകളൊക്കെ അനങ്ങാതിരുന്നിട്ട് പെട്ടെന്ന് ചാടി കയറി കടിക്കത്തില്ലേ, കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ചാടി വീഴുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സൈലൻ്റായിട്ടിരിക്കുന്ന മാർക്കറ്റിനെ, ട്രംപിനെയൊക്കെ നമ്മൾ ഒരു പക്ഷേ കുറച്ച് പേടിക്കേണ്ടി വരും ഒരു പക്ഷെങ്കിൽ. എനിവേ, എന്തായാലും വരും മണിക്കൂറുകൾ സത്യം പറഞ്ഞാൽ ഒരു ആശങ്കാജനകം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയും. നിലവിലെ ഡൗ ജോൺസ് പതുക്കെ താഴോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തെങ്കിലും കുറച്ച് മുകളിലോട്ട് പോയതിന് ശേഷം വീണ്ടും താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പം അതിനനുസരിച്ച് ഒരു പക്ഷെങ്കിൽ എന്ത് പോകാനുണ്ട്, ഈ നമ്മുടെ US ഓയിൽ മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കുക കേട്ടോ, ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പേ തന്നെ US ഓയിൽ മേലോട്ട് ക്രൂഡ് ഓയിലും മുകളിലോട്ട് പോകാൻ തുടങ്ങി. ദാറ്റ് മീൻസ് സംതിങ് സംവെയർ എന്നാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആശങ്കാജനകമായ വേറൊരു കാര്യം, മൊത്തം ആശങ്കാജനകമാണ് എങ്കിലും ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാം. ഇന്നത്തെ ഫ്യൂച്ചറിൻ്റെ ഞാൻ ഗ്രൂപ്പിലിട്ടെന്ന് തന്നെ വിശ്വാസം, ഗ്രൂപ്പിലിട്ട് ഞാൻ. ഓക്കെ, നോക്കിക്കേ, 90 ഇവന്മാർ 57 ഓക്കെ, അപ്പം ഇവൻ എന്തിനാണ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഉള്ള കാര്യം പറയാം, നമുക്കറിയത്തില്ല, ഇവരുടെയൊക്കെ മനസ്സിലിപ്പോൾ നമുക്കറിയത്തില്ലല്ലോ. പക്ഷെങ്കിൽ എപ്പോഴൊക്കെ ഇവർ ഇങ്ങനെ പൊസിഷൻസ് കൂട്ടിയിട്ടുണ്ടോ, സെൽ സൈഡ് കൂട്ടിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ മാർക്കറ്റിൽ പലപ്പോഴും മാർക്കറ്റ് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യമല്ല, ചരിത്രം പറയുന്ന കാര്യമാണ്. ഓക്കെ, പ്രീവിയസ് ഹിസ്റ്ററി പറയുന്ന കാര്യമാണ്. അതിവിടെയും ആവർത്തിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് നോക്കാം ആവർത്തിക്കുമോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നമ്മുടെ മുന്നിൽ ഓക്കെ, അപ്പം കൂട്ടിൽ നിന്ന് കിളി പുറത്തിറങ്ങി അല്ലേ,
കൂട്ടിൽ നിന്ന് കിളി പുറത്തിറങ്ങി നാളെ ഈ കിളി കൂട്ടിനകത്ത് കയറുമോ ഇല്ലെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നാളെ നമുക്കുള്ളത് 24,138. പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 24,138 എന്ന് പറയുന്ന സംഗതി ഓക്കെ പല പ്രാവശ്യം ക്രൂഷ്യലായിട്ട് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്ത ഒരു വരയാണ് ഈ 24,138. പല പ്രാവശ്യം എനിക്കിത് മനപ്പാടമാണ്, കാണാപ്പാടമാണ്. കാരണം നമ്മളിവിടെ കുറേ നാൾ നിന്നതാണ്. അപ്പം 24,138 എന്നുള്ള ഏരിയയിൽ നമ്മൾ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ തലവരയായിട്ട് ആക്ട് ചെയ്യാനുള്ളത് 24,138. ഈ 138 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ. ഇപ്പം നിലവിൽ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡാണ്. ഏകദേശം ഇതാ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നേരെ സാധനം താഴോട്ട് തന്നെ വരികയാണ്. ഓക്കെ, അങ്ങനെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെയാണ് 138 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് നോക്കുക. ഈ 24,080 സപ്പോർട്ട് എടുക്കുന്നുണ്ട് നോക്കുക. ഈ സപ്പോർട്ട് പൊട്ടുവാണെങ്കിൽ 24,000 എന്നുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി ഫ്യൂച്ചറൂടെ ഞാൻ പറയാം. ഈ 24,000 എന്ന് പറയുന്നത് നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ഡേ ചാർട്ടിൽ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വരച്ചിട്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരണബുദ്ധിയാണ്, പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, മലയാളി സ്വഭാവം, പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകും അല്ലേ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമുക്കിനി ഇത് വാലിഡല്ല, ഇത് കഴിഞ്ഞ്, ഇതിൻ്റെ കോൾ കഴിഞ്ഞു. ഓക്കെ, ആ സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇന്നലെ വരച്ചായിരുന്നു അല്ലേ. ഇതാ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചായിരുന്നു, കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈൻ മുകളോട്ട് പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ലൈനിൽ വന്ന് സപ്പോർട്ട് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇത് 24,000 എന്ന് പറഞ്ഞ റേഞ്ചാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് 24,000 റേഞ്ചാണ്. ഇന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ഈ ഡൗൺ സൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് റിവേഴ്സ് പോകാനുള്ള സാധ്യത ഉണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഇത് ഞാൻ ഓൾറെഡി എനിക്കൊന്ന് വരച്ചു വിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ. എന്തായാലും ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക ഇങ്ങനൊരു സംഭവം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നാളെ നമുക്ക് 24,138 ആയിരിക്കും നമ്മുടെ തലവര. വേറെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഇതിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ 24,080 സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കുക. അത് പൊട്ടുവാണെങ്കിൽ നമുക്ക് 24,000 കിട്ടും. ഓക്കെ, ഇതാണ് നാളത്തെ അവസ്ഥ. വേറെ കൂടുതലൊന്നും പറയാനില്ല. നാളെ തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിനകത്ത് കയറണം. കൂട്ടിനകത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള പ്രതീക്ഷ ഉള്ളൂ. അത് അന്നേരം ഇപ്പം നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞ് സാറിന് മൊത്തം താഴോട്ടുള്ള വ്യൂ എന്നല്ല ഞാൻ പറഞ്ഞത്, നിലവിലത്തെ അവസ്ഥ വെച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് മുകളിലോട്ട് അപ്സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൂട്ടിനകത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് പ്രതീക്ഷ നമുക്ക് ഉള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുവാണെങ്കിലും നിങ്ങൾക്കറിയാം, ഇതാ നോക്കിക്കുക, ആ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടും പോയിട്ടില്ല. അതുപോലെ തന്നെ മിഡ് ക്യാപ്പും ഞാൻ പറഞ്ഞില്ലെങ്കിലും ധാരാളം പേര് എനിക്ക് മെസ്സേജ്, സാറേ മിഡ് ക്യാപ്പിനകത്തുള്ള സാറ് വരച്ച വരയിൽ തന്നെയാണ് മിഡ് ക്യാപ്പ് നിൽക്കുന്നതെന്നും പറഞ്ഞ് ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മളിവിടെ നിഫ്റ്റിയുടെ ബോക്സ് മാത്രം പറയുമ്പം മിഡ് ക്യാപ്പിൽ ട്രേഡ് ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഞാൻ തുറന്നുപോലും നോക്കിയില്ലായിരുന്നു. സാറ് വരച്ച് 14,848 എന്ന് പറഞ്ഞ വരയിൽ തന്നെയാണ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമോ ബ്രേക്ക് ഔട്ടാണോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഓൾ ടൈം ഹൈ ആണ്, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആ ഡേ ക്യാൻഡിലോട്ടൊന്ന് വരാം. ഇതാ നോക്ക്, കണ്ടോ, ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നലെ കാണിച്ച കഥകളൊക്കെ ഓർമ്മയുണ്ടെന്ന് ഇത് കാണുമ്പം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതായത് 14,848 ഈ 14,848 ക്രൂഷ്യൽ ലൈനാണ്. ഇതിന് മുകളോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഞാൻ പറഞ്ഞു, ഇതൊരു ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. അത് മാത്രമല്ല, നമുക്ക് BSE ഒരു അടാറ് വീഴ്ചയാണ് ഇപ്പം വീണേക്കുന്നത്. ആ വീഴ്ച കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത്, ഇന്നൊരു 80-90 പോയിൻറ്റോളം വീണു. അപ്പം ഇതൊരു ക്രൂഷ്യൽ, നോക്കിയാൽ കൃത്യമായിട്ട് നമ്മുടെ വരെ വന്ന് ടച്ച് ചെയ്തിട്ടാണ് തിരിച്ചു പോയേക്കുന്നത് 3,233. അപ്പോൾ ഈ 3,233 താഴെ
BSE പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ ലെവലിലേക്ക് BSE എത്തും. അപ്പം നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ BSE ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയിൽ ആണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്സിസ് ബാങ്കിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ പറഞ്ഞ സംഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോയിലാണ് പറഞ്ഞത്. എന്തായാലും നല്ല രീതിയിൽ ആക്സിസ് ബാങ്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരു 50 പോയിൻറ്റോളം അത് മൂവ് ചെയ്തിട്ടുണ്ട്. എനിവേ എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. മാർക്കറ്റിൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കഥകളും കാര്യങ്ങളും കുറുക്ക് വഴികളും ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഈ മാർക്കറ്റിൽ ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണും. നിങ്ങൾ അതിലൊന്നും വീഴരുത്. എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. പഠിക്കാതെ, സ്വയം പഠിക്കാതെ ഈ മാർക്കറ്റിൽ നല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വയം പഠിക്കാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം ഇല്ലേ? പഠിച്ചാലുള്ള ഗുണവും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരോടും പറയുന്നത് നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി തരാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്നവരോട് അല്ലെ എൻ്റെ ഗ്രൂപ്പിലുള്ളവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 80% ആൾക്കാരും അവർ വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സാറേ പൈസയുടെ കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്ന് അവർ നെഞ്ചത്ത് കൈവച്ച് പറയും. അതെനിക്ക് ഉറപ്പാണ്. പഴയ മാതിരി ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഞാനിപ്പോൾ സാറേ ട്രേഡ് ചെയ്യാറില്ല, അവസരം വരുമ്പോൾ അത് നഷ്ടം ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ നഷ്ടം ലിമിറ്റഡാണ്. പഴയ മാതിരി ഈ ഓട്ടയിട്ട പാത്രം പോലെ ഇങ്ങനെ ഒഴുകി പൈസ പോകുന്നില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചവർ പറയും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ എവിടെയും 10-20% ആൾക്കാർ കാണുമല്ലോ. ഓക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രോഫിറ്റ് അല്ല നിങ്ങളുടെ നഷ്ടത്തെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുക. നഷ്ടം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ വിജയം നിങ്ങളുടെ പുറകെ താനേ വരും. അതിന് യാതൊരു സംശയമൊന്നുമില്ല. അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ മുന്നിരിക്കുന്നത് ഞാൻ. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.